നമസ്തേ. ഓം ശ്രീ ലളിതാംബികായ നമ. ശ്രീ ലളിതാ സഹസ്രനാമ പഠനത്തിൻ്റെ സൂക്ഷ്മാർത്ഥ വിചിന്തനത്തിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം ധ്യാന ശ്ലോകത്തിൻ്റെ ആദ്യ ഭാഗം പഠിച്ചിരുന്നു. സിന്ധൂരാരുണ വിഗ്രഹാംദ്രനയന മാണിക്യമൗലിസ്ഫുരത്താരാ നായകശേഖരാം സ്മിതമുഖീമാപീനവക്ഷോരുഹാം പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തോൽപ്പലം ബിഭ്രതി സൗമ്യാം രത്നഘടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബിക. ഇന്ന് അടുത്ത ധ്യാന ശ്ലോകത്തിലെ അടുത്ത വരികളെ നമ്മളൊന്ന് പരിചയപ്പെടുകയാണ്. അടുത്ത വരികൾ ധ്യായേത് പത്മാസനസ്ഥാം വികസിതവദനാം പത്മപത്രായദാക്ഷീം. ധ്യായേത് പത്മാസനസ്ഥാം വികസിതവദനാം പത്മപത്രായദാക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കര കലി തല സത് ഹേമപത്മാം വരാംഗി. ഹേമാഭാം പീതവസ്ത്രാം കരകലിതല സത് ഹേമപത്മാം വരാംഗീം സർവാലംകാരയുക്താം സതതമഭയദാം ഭക്തനമ്രാം ഭവാനീം. സർവാലംകാരയുക്താം സതതമഭയദാം ഭക്തനമ്രാം ഭവാനീം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകല സുരനുതാം സർവസമ്പത് പ്രദാത്രീം. ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകല സുരനുതാം സർവസമ്പത് പ്രദാത്രീം. നമുക്കിതിലെ ഓരോ വരികളുടെയും അർത്ഥം നമുക്കൊന്ന് നോക്കാം. അതിലെ ഓരോ പദങ്ങളുടെയും വാക്കുകളുടെയും അർത്ഥം കൂടി ഒന്ന് മനസ്സിലാക്കാം. നമ്മൾ ചൊല്ലിത്തുടങ്ങിയത് ധ്യായേത് പത്മാസനസ്ഥാം എന്നായിരുന്നു. ധ്യായേത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ധ്യാനിക്കുന്നു എന്നാണ് അർത്ഥം. ധ്യാനിക്കുന്നു, ധ്യാനിക്കണം, ധ്യാനം ചെയ്യണം. പത്മാസനസ്ഥാം, പത്മാസനം, താമരപ്പൂവിലിരിക്കുന്നവൾ എന്നൊരർത്ഥമുണ്ട്. പിന്നെ പത്മാസനം, യോഗാസനങ്ങളിലെ മെഡിറ്റേഷൻ പോസ്ചർ, ധ്യാന ചെയ്യുന്നതിനുള്ള ആസനമുണ്ട്. അതിൽ ധ്യാനാസനങ്ങളുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്ന ആസനമാണ് പത്മാസനം. അങ്ങനെയുള്ള പത്മാസനം, ധ്യാനാസനമായിരിക്കുന്ന പത്മാസനത്തിലിരിക്കുന്നവൾ എന്നർത്ഥമുണ്ട്. പിന്നെ സാധകൻ്റെ ഉള്ളിലെ ഹൃദയപത്മത്തിൽ ഇരിക്കുന്നവളെന്നും അർത്ഥമുണ്ട്. അല്ലെ, നമ്മളുടെ ഓരോ ചക്രങ്ങളെയും പത്മങ്ങളെന്ന് പറയാറുണ്ട്. മൂലാധാര, സ്വാധിഷ്ഠാന, മണിപൂരക, അനാഹത, വിശുദ്ധി, ആജ്ഞ, സഹസ്രാര. 1000 ഇതളുകളുള്ള ഒരു സഹസ്രാര പത്മം 1000 ഇതളുള്ള താമരയാണെന്ന് പറയും. നമ്മൾ ചക്രരാജരഹസ്യത്തിലേക്ക് പോകുമ്പോൾ ഓരോ ആധാരചക്രങ്ങൾക്കും ഓരോ ഇതളുകൾ പറയാറുണ്ട്. നമുക്കതിലേക്ക് പിന്നീട് വരാം. അപ്പോൾ ഇവിടെ പത്മാസനസ്ഥാം എന്ന് പറഞ്ഞാൽ താമരപ്പൂവിലിരിക്കുന്നവൾ, അല്ലെങ്കിൽ ധ്യാനാസനമായിരിക്കുന്ന പത്മാസനത്തിലിരിക്കുന്നവൾ, ഹൃദയത്തിൽ ഭക്തരുടെ ഹൃദയപത്മത്തിൽ, ചക്രങ്ങളാകുന്ന പത്മങ്ങളിൽ ഇരിക്കുന്നവളെന്നും ഒക്കെ അർത്ഥമുണ്ട്. വികസിത വദന, വികസിച്ച വദനത്തോടു കൂടിയത്. വികസിച്ച, വിടർന്ന, വദനം, മുഖം. അപ്പോൾ വികസിച്ച, പുഞ്ചിരി തൂകുന്ന വികസിച്ച വദനത്തോടു കൂടിയിരിക്കുന്ന ആ ദേവിയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. പത്മപത്ര ആയദാക്ഷീം, പത്മപത്രായദാക്ഷീം, താമരയിതൾ പോലെ, പത്മപത്രം അല്ലേ, താമരയിതൾ പോലെ നീണ്ട അക്ഷീം, കണ്ണുകളുള്ളവൾ, താമരയിതൾ പോലെ നീണ്ട കണ്ണുകളുള്ളവളായിരിക്കുന്ന ഹേമാഭാം, സുവർണ ശോഭ, ഹേമം സ്വർണം, അപ്പം സ്വർണത്തിളക്കമുള്ള സുവർണ ശോഭയുള്ള പീതവസ്ത്രാം, പീതം മഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കുന്നവളായ കരകലിതലസത്, കരകലിതലം, കരകലിതലസത്, കയ്യിൽ ധരിച്ചതിനാൽ വിളങ്ങുന്ന ഹേമപത്മാം, സ്വർണത്തിലുള്ള താമരപ്പൂവിനെ കയ്യിൽ ധരിച്ചതിനാൽ വിളങ്ങുന്ന, അതായത് കയ്യിൽ അമ്മ പിടിച്ചിരിക്കുന്ന താമരപ്പൂവിൻ്റെ നിറം എന്താണ്? കരകലിതലസത് ഹേമപത്മാം, ഹേമപത്മാമാണ്. നമ്മൾ രക്തോൽപ്പലം എന്നൊക്കെ മുന്നേ പഠിച്ചു. ഇവിടെ ഹേമപത്മാമാണ് എന്ന് വെച്ചാൽ സ്വർണ്ണ നിറത്തിലുള്ള താമരപ്പൂവാണ് അമ്മ കയ്യിൽ പിടിച്ചിരിക്കുന്നത്. വരാംഗീം, ശ്രേഷ്ഠമായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന അംഗീം, അംഗങ്ങളോട്, ശരീരാവയവങ്ങളോട് കൂടിയവളായിരിക്കുന്ന, സർവാലങ്കാരയുക്താം, എല്ലാവിധത്തിലുള്ള ആഭരണങ്ങളാലും അലങ്കരിക്കപ്പെട്ട, സതതമഭയതാം, സതതം എന്ന് വെച്ചാൽ എപ്പോഴും, അഭയം നൽകുന്നവളായിരിക്കുന്ന, സതതം അഭയതാം, ഭയമില്ലാത്തവൾ എന്നൊരർത്ഥം പറയാറുണ്ട്. എപ്പോഴും അഭയം നൽകുന്നവൾ എന്നും അർത്ഥം പറയാറുണ്ട് പിരിച്ചു പറയുമ്പോൾ.
ഭക്തനമ്രാം. ഭക്തനമ്രാം എന്ന് പറഞ്ഞാൽ ഭക്തന്മാരാൽ നമ്രാം നമിക്കപ്പെടുന്നവൾ, വണങ്ങുന്നവൾ, വണങ്ങപ്പെടുന്നവളായിരിക്കുന്ന ഭവാനിയും, ആ ഭവാനി ദേവിയെ, ലളിതാംബികയെ ഞാൻ എന്ത് ചെയ്യുന്നു, ധ്യാനിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പം ശ്രീവിദ്യാം, ആ ദേവി എങ്ങനെയുള്ളവളാണ്? ശ്രീവിദ്യ, ശ്രീത്വം നൽകുന്ന, ഐശ്വര്യം നൽകുന്ന വിദ്യ നൽകുന്നവളാണ്. അല്ലെങ്കിൽ ശ്രീവിദ്യയ്ക്ക് മറ്റൊരർത്ഥമുള്ളത് 15 അക്ഷരങ്ങളുള്ള ശ്രീവിദ്യ മന്ത്രത്തിൻ്റെ മൂർത്തിഭാവം. പഞ്ചദശി മന്ത്രമെന്നും പഞ്ചദശാക്ഷരി മന്ത്രമെന്നും ഒക്കെ പറയുന്ന മന്ത്രം ശ്രീവിദ്യ. അതിലൊരു അക്ഷരം കൂടി ചേരുമ്പോൾ അത് ഷോഡശിയായി മാറും. ശ്രീവിദ്യ മന്ത്രരഹസ്യമാണ്. അപ്പോൾ ശ്രീവിദ്യ ജീവിതത്തിൻ്റെ ഐശ്വര്യാഭിവൃദ്ധിക്ക് ആവശ്യമായിരിക്കുന്ന ഭൗതിക ആത്മീയ വിജയത്തിന്, വളർച്ചയ്ക്ക്, ഉയർച്ചയ്ക്ക് കാരണമാകുന്ന അറിവുകളെ, ഭൗതികവും ആത്മീയവുമായ എല്ലാ ഐശ്വര്യാഭിവൃദ്ധികളും നേടാൻ സഹായിക്കുന്ന വിദ്യകളെ നൽകുന്നവൾ ശ്രീവിദ്യ. അതേപോലെ ആത്മസാധനാ വിദ്യകളിൽ ഏറ്റവും ഉയർന്നതായിരിക്കുന്ന തന്ത്രശാസ്ത്രത്തിലെ വിദ്യ ശ്രീവിദ്യ. അങ്ങനെയുള്ള ശ്രീവിദ്യാ സ്വരൂപിണിയായിരിക്കുന്ന ശാന്തമൂർത്തിയും, ശാന്തമായ രൂപം പൂണ്ട, കാരുണ്യം നിറഞ്ഞ സൗമ്യഭാവത്തിലുള്ള ആ ഒരു ദേവിയെ സകല സുരനുതാം, സകല സുരനുതാം, സുരനുതാം സുരന്മാരാൽ, ദേവന്മാരാൽ, അനുതാം എന്ന് വെച്ചാൽ സ്തുതിക്കപ്പെടുന്ന, സുരനുതാം, സകല പ്ലസ് സുര പ്ലസ് നുതാം, സകല സുരനുതാം, എല്ലാ ദേവന്മാരാലും സ്തുതിക്കപ്പെടുന്നവളായ ആ ദേവി സർവസമ്പത് പ്രദാത്രിയും, എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും സമ്പത്തുക്കളും നൽകുന്നവൾ, സർവം പ്ലസ് സമ്പത് പ്ലസ് പ്രദാത്രിയും, സർവസമ്പത് പ്രദാത്രിയും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ വരി ധ്യായേത് പദ്മാസനസ്താം വികസിതവദനാം പത്മപത്രായദാക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസദ്ഹേമപദ്മാം വരാംകീം സർവാലങ്കാരയുക്താം സതതമഭയദാം ഭക്തനമ്രാം ഭവാനിം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പത്പ്രദാത്രീം. ഇതാണ് ഇതിൻ്റെ സാമാന്യമായിരിക്കുന്ന അർത്ഥം. അപ്പോൾ നോക്കൂ, ഇവിടെ ദേവിയെ നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് എങ്ങനെയുള്ള ദേവിയാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് അതുകൂടി മനസ്സിലാക്കണം. വെറുതെ ധ്യാന ശ്ലോകം പറഞ്ഞു പോയിട്ട് കാര്യമില്ല. നമ്മൾ ചൊല്ലുമ്പോൾ ആ ഒരു രൂപം നമ്മുടെ മനസ്സിലേക്ക് വരണം. ധ്യായേത്, ഞാൻ ധ്യാനിക്കുന്നു. പത്മാസനസ്താം, താമരപ്പൂവിലിരിക്കുന്നവൾ, അല്ലെങ്കിൽ പത്മാസനം എന്ന ധ്യാനാസനത്തിലിരിക്കുന്നവൾ. വികസിത വദനാം എന്ന് വെച്ചാൽ വിടർന്ന മുഖത്തോടു കൂടിയ, പത്മപത്രായദാക്ഷിയും, താമരയിതൽ പോലെ നീണ്ട കണ്ണുകളുള്ള, ഹേമാഭാം, സ്വർണ്ണത്തിൻ്റെ തിളക്കമുള്ള, സ്വർണ്ണവർണ്ണ ശോഭയോടു, പീതവസ്ത്രാം, മഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കുന്ന, കരകലിതലസത് ഹേമപത്മാം വരാങ്കി, കയ്യിൽ സ്വർണ്ണ നിറത്തിലുള്ള താമരപ്പൂവിനെ ധരിച്ചിരിക്കുന്നവളായ വരാങ്കിയും, ശ്രേഷ്ഠമായ അംഗങ്ങളോടുകൂടിയ, സർവാലങ്കാരയുക്താം, എല്ലാവിധത്തിലുള്ള ആഭരണങ്ങളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന, സർവാലങ്കാരയുക്ത സതതം അഭയതാം ഭക്തനമ്രാം ഭവാനീം, ഭക്തന് എല്ലാവിധത്തിലുള്ള അഭയവും നൽകുന്ന ആ ഭവാനിയായിരിക്കുന്ന ദേവി, സതതം അഭയതാം ഭക്തനമ്രാം ഭവാനീം ശ്രീവിദ്യാം ശാന്തമൂർത്തിയും സകലസുരനുതാം സർവസമ്പത് പ്രദാത്രീം. അങ്ങനെ ശ്രീവിദ്യാ മന്ത്രത്തിൻ്റെ സ്വരൂപിണിയായിരിക്കുന്ന, എല്ലാ ഐശ്വര്യങ്ങളും നൽകുന്ന, ശാന്തമൂർത്തിയായിരിക്കുന്ന, സകല ദേവന്മാരാലും ആരാധിക്കപ്പെടുന്ന, സർവസമ്പത് പ്രദാത്രി, എല്ലാവിധത്തിലുള്ള സമ്പത്തുക്കളും നൽകുന്ന ദേവിയെ ഞാൻ ധ്യാനിക്കുന്നു. അപ്പം ധ്യായേത് പദ്മാസനസ്താം വികസിതവദനാം പത്മപത്രായദാക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസത് ഹേമപദ്മാം വരാംഗീം സർവാലംകാരയുക്താം സതതമഭയതാം ഭക്തനമ്രാം ഭവാനീം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പത് പ്രദാത്രീം. ഇപ്പം ഇത് നമ്മളുടേതായ ഈണത്തിൽ നമുക്ക് ചൊല്ലാം. ധ്യായേത് പദ്മാസനസ്താം വികസിതവദനാം പത്മപത്രായദാക്ഷീം ഹേമാഭാം പീതവസ്ത്രം കരകലിതലസത് ഹേമപദ്മാം വരാംഗീം സർവാലങ്കാരയുക്താം സതതമഭയതാം ഭക്തനമ്രാം ഭവാനിം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പത് പ്രദാത്രീം. ഇത്രയും വരികൾ നമ്മൾ ധ്യാനത്തിൽ നമ്മൾ പഠിച്ചു. ആദ്യം പഠിച്ചത് സിന്ധൂരാരുണ വിഗ്രഹാം ഹൃദയനാം മാണിക്യമൗലിസ്ഫുരത് താരാനായകശേഖരാം സ്മിതമുഖീമാപീനവക്ഷോരുഹ പാണിഭ്യാമളിപൂർണരത്നജശതം രക്തോൽപലം ബിഭ്രതി സൗമ്യാം രത്നഘടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബികാം.
ധ്യായേത് പദ്മാസനസ്ഥാം വികസിതവദനാം പദ്മപത്രായതാക്ഷി ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസദ്ഹേമപദ്മാം വരാങ്കിം സർവാലങ്കാരയുക്താം സതതമഭയദാം ഭക്തനമ്രാം ഭവാനിം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസ്വരനുതാം സർവസമ്പത്പ്രദാത്രീ. ഇതാണ് ആ വരികൾ. കൂടുതൽ ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. നമസ്തേ. ഓം ശ്രീ ലളിതാംബികായേ നമഃ.